ഇപ്പോൾ എക്സസൈസ് ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ്. ഇപ്പോൾ മാരത്തോൺ ഓടിയിട്ട് പെട്ടെന്ന് മരണപ്പെട്ടു. എൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ട ആളുകളുണ്ട്. ജിമ്മിൽ പോയിട്ട് ആൾക്കാർ മരിക്കുന്നു, ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ ആൾക്കാർ മരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു രോഗി എക്സസൈസ് ചെയ്യാൻ ഞങ്ങൾ എക്സസൈസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ കളിക്കാൻ പോട്ടെ, ബാഡ്മിൻ്റൺ കളിക്കാൻ പോട്ടെ, അതല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളുടെ ഒരു അഡ്വൈസ് എന്തായിരിക്കും? അതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, എല്ലാവർക്കും വ്യായാമം പല ടൈപ്പുകളാണ്. ഇത് കൺട്രോളിൽ വ്യായാമമുണ്ട്, നമ്മൾ എയറോബിക് എന്ന് പറയും, അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാത്ത വ്യായാമങ്ങൾ അനൈറോബിക്. പൊതുവെ നമ്മൾ ഇപ്പം നടത്തങ്ങൾ അല്ലെങ്കിൽ ജോഗിങ്, നീന്തൽ, സൈക്ലിംഗ് ഇതൊക്കെ നമുക്കൊരു കൺട്രോളിൽ വ്യായാമമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. വേറെ വെച്ചാൽ നമ്മൾ ബാഡ്മിൻ്റൺ, ഷട്ടിൽ, ഫുട്ബോൾ കളിക്കുക, ബാസ്കറ്റ്ബോൾ, അതൊക്കെ അൺകൺട്രോൾഡാണ്, അതിൻ്റെ പീസ് കൂടി വരും. ബാഡ്മിന്റണിൽ നമ്മളുടെ സ്പീഡ് നിയന്ത്രിക്കുന്നത് നമ്മളല്ല, അദ്ദേഹം ഫാസ്റ്റ് ആയിട്ട് കളിച്ചാൽ അറിയാതെ കൂടി പോകും. അപ്പോൾ നമ്മളെ ഹാർട്ടിൻ്റെ ഹെൽത്ത് അറിയാതെ പലപ്പോൾ കളിക്കുന്നത്. ഇപ്പോൾ ഒരു 35 ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മളൊരു ഇവൻ ജിമ്മിൽ പോകുന്ന മുമ്പ് തന്നെ ബേസിക്കലി ഒരു എക്കോയും TMT ചെയ്യണം എന്നല്ല യൂഷ്വലി ഇപ്പോൾ സയൻസ് പറയുന്നത്. കാരണം അവരെ ഹാർട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണം, മസിലിൻ്റെ അവസ്ഥ എന്താ അറിയണം, പ്ലസ് അവർക്ക് എത്രത്തോളം നടക്കാൻ പറ്റുന്നത്, എക്സസൈസ് കപ്പാസിറ്റി അറിയണം, എത്ര കണ്ട് ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഒരാൾ നേരെ കൊണ്ട് ചെല്ലും, ഫസ്റ്റ് ഡേ ഷട്ടിൽ കളിക്കും, പെട്ടെന്നുള്ള ഹാർട്ട് ബീറ്റ് അമിതമായിട്ട് പോവും, ഹാർട്ട് താളം തെറ്റി, അങ്ങനെയാണ് പലപ്പോഴും കുഴഞ്ഞു വീണ്. ഇപ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ വാമപ്പ് എന്ന് പണ്ട് പറയാറുണ്ട് കളി. ഈ വാമപ്പ് ബേസിക്കലി നമ്മളെ ഹാർട്ടിനെ ആ എക്സസൈസിലോട്ട് കൊണ്ടുപോകാം. വാമപ്പില്ലാതെ ഒരിക്കലും അങ്ങനത്തെ ഒരു ഫുട്ബോൾ ബാഡ്മിൻ്റൺ കളിക്കാനേ പാടില്ല. അപ്പോൾ എപ്പോഴും നമ്മളെ കൺട്രോൾ എക്സസൈസാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ആ ഒരു ഹാർട്ട് റേറ്റ് ഒരു പരിധി വിട്ട് ഒരു 160, 170 മേലെ ഹാർട്ട് റേറ്റ് കൂടാത്ത രീതിയിൽ, പലപ്പോഴും അവർക്കിപ്പോൾ വാച്ചിലൊക്കെ പലപ്പോൾ ഹാർട്ട് റേറ്റ് കാണിക്കുന്നത് അവർക്ക് എല്ലാവർക്കും മോണിറ്റർ ചെയ്യാൻ പറ്റും. കൂടാത്ത രീതിയിലുള്ള എക്സസൈസിലോട്ട് അവർ അമിത കിതപ്പിലോട്ട് പോകാൻ പാടില്ല, അമിത ഹാർട്ട് റേറ്റ് കൂടാൻ പാടില്ല. സേഫായിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാം. അത് തന്നെ ചിലപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജിമ്മിലൊക്കെ പോയിട്ട് ആദ്യം ഒരു 4 km/h സ്പീഡിൽ നടക്കുമ്പോൾ 130 ഹാർട്ട് റേറ്റ് വരുന്നുണ്ടെങ്കിൽ അത് എക്സസൈസ് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ 5 എത്തിയാലും 130 ഉണ്ടാവുള്ളൂ. പിന്നെ കുറേ കഴിയുമ്പോൾ 6 സ്പീഡിൽ പോയാലും 130 ഹാർട്ട് റേറ്റ്, അതായത് ബോഡി അതിനോട് ട്യൂണായി. അതേസമയം ഫസ്റ്റ് ഡേ 6 നടന്നിരുന്നെങ്കിൽ ഹാർട്ട് റേറ്റ് 130 വരെ 160, 170 പോകും, റിസ്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നതിൽ കാര്യമില്ല. അപ്പം പൊതുവെയുള്ള പഠനങ്ങളിൽ കണ്ടിരിക്കുന്നത് എക്സസൈസ് തീരെ ഇല്ലാത്ത ആൾക്കാർക്കും പ്രശ്നങ്ങളുണ്ട്, ഭയങ്കര എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്കും പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒരു മധ്യമ ഒരു നിലപാടെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു 10 മിനിറ്റ് നടക്കുന്ന ആളാണ് നടക്കാത്ത ആളെക്കാളും നല്ലത്. അത് നമ്മൾ മനസ്സിലാക്കുക. അത് 10 മിനിറ്റ് 5 മിനിറ്റ് ആണെങ്കിലും 1 മിനിറ്റ് ആണെങ്കിലും അയാൾക്ക് നടക്കാത്ത ആളെക്കാളും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പഠനങ്ങളിൽ 3 മിനിറ്റ് ക്രോസ് ചെയ്താൽ തന്നെ അഡ്വാൻറ്റേജ് വന്നു എന്നാണ് പറയുന്നത്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നടക്കുന്നത് നല്ലതാണ്. അരമണിക്കൂറൊക്കെ മിനിമം നടന്നാൽ നല്ലൊരു ലെവലിലേക്ക് എത്തിക്കാം. പിന്നെ ഈ ബാഡ്മിൻ്റൺ പോലത്തെ കളികളിലേക്ക് പോകണ്ടെന്നല്ല, പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ചെക്കപ്പൊക്കെ കഴിഞ്ഞ് പോകുന്നതായിരിക്കും കുറച്ചും കൂടി സേഫും തോന്നും. ഇപ്പം വേറൊരു ആളുകൾ സ്ഥിരമായിട്ട് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ഡയറ്റ്. നമ്മൾ എന്ത് കഴിക്കണം, നമുക്ക് ബ്ലോക്ക് വരാതിരിക്കാൻ എന്ത് കഴിക്കണം, അല്ലെങ്കിൽ ബ്ലോക്ക് വന്ന ആളുകളൊക്കെ എന്തൊക്കെ കഴിക്കാം, അത് കാർബോഹൈഡ്രേറ്റ് ചോറ് പറ്റ ഒഴിവാക്കണോ, തീരെ ചോറില്ലാത്ത കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഭക്ഷണം കഴിക്കണോ, അങ്ങനെയൊക്കെയുള്ളൊരു മുട്ട കഴിക്കാൻ പറ്റുമോ? ഇതൊരു വലിയൊരു പ്രോബ്ലമാണ്. ഫുൾ മുട്ട കഴിക്കാൻ പറ്റുമോ, എഗ് യോക്ക് കഴിക്കാൻ പറ്റുമോ? അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർ മുസ്തഫ. കാർഡിയാക് റിസ്കിന് ഉള്ളൊരു ഡയറ്റ് യൂഷ്വലി പറയുന്ന ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ് എന്നാണ് നമ്മൾ യൂഷ്വലി പറയാറുള്ളത്. അതിലിപ്പോൾ കൂടുതൽ ഫാറ്റ് വളരെയധികം കുറച്ച്, വെരി ലോ ഫാറ്റ് ഡയറ്റ്. കാർബോഹൈഡ്രേറ്റ്, 0 കാർബോഹൈഡ്രേറ്റ് വേണ്ട ആവശ്യമില്ല, ഒരു മോഡറേറ്റ് എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ബാലൻസ്ഡ് ഡയറ്റാണ്. ബേസിക്കലി ഫാറ്റ് വല്ലാതെ കുറച്ചിട്ട് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറയ്ക്കുക, പിന്നെ ഒരുമാതിരി ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക. അപ്പോൾ പൊതുവേ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ബിരിയാണി, നെയ്ച്ചോറ്, പോത്തിറച്ചി, ആട്ടിറച്ചി ഒഴിവാക്കുക, പൊരിച്ചതും ഒഴിവാക്കുക പരമാവധി. അതിൽ നമ്മളുടെ സാധാരണ ചോറും കറിയും അതേപോലെ രാവിലത്തെ ഭക്ഷണങ്ങളും മുട്ടയും ചിക്കൻ കറി വെച്ചതും ഒക്കെ കഴിക്കാം. ഒരു ബ്ലോക്കോ വലിയൊരു പ്രശ്നമുള്ള ഒരാൾക്ക്, ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് മറ്റേതൊക്കെ കുറേശ്ശെ കഴിക്കാം, ഉപയോഗിക്കാം. ഞാൻ പേഷ്യൻസിനോട് തമാശയായിട്ട് പറയാം, 2 പെരുന്നാളിന് ബിരിയാണി കഴിക്കാൻ കൊല്ലത്തിൽ 2 മാസത്തിലൊക്കെ അങ്ങനെ ഒരു ചില. അപ്പോൾ ഭക്ഷണം ഒന്ന് നിയന്ത്രിക്കണം. പക്ഷേ ഇതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം വെച്ചാൽ അത് ഓരോ ഏജിനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 75-80 വയസ്സുള്ള ആൾ നമ്മളിപ്പോൾ ബ്ലോക്കൊക്കെ മാറ്റി ആകെ മെലിഞ്ഞൊട്ടിട്ടിരിക്കുന്നുണ്ടാവും. ഇവരോട് നമ്മൾ ഭക്ഷണം കഴിക്കണമെന്ന് കൺട്രോൾ ചെയ്യാൻ പറയാറില്ല. പക്ഷെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും കൂടുതലുള്ള ആൾക്കാരൊന്നും കൊടുക്കില്ല. അവസാനം ഇവർ ആകെ ക്ഷീണിച്ചു പോകും. അപ്പോൾ ഞാൻ അവരടുത്ത് പറയും, നിങ്ങൾ ഫുള്ള് കഴിച്ചോ, എന്ത് വേണമെങ്കിലും കഴിച്ചോ, കൂടെ ഈ മെഡിസിൻ കഴിച്ചാൽ. അതേസമയം നമ്മളൊരു 40-45 വയസ്സുള്ള യങ്ങായിട്ട് അത്യാവശ്യം തടി കൂടിയ ഒരാളോട് സ്ട്രിക്റ്റായിട്ട് പറയും. കാരണം അദ്ദേഹത്തിന് നമ്മളൊരു 50 കൊല്ലം ഇനിയും പോകാനുള്ള ഒരു ഡിസ്റ്റൻസ് കാണണം. പിന്നെ അവരോട് കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ
അല്ലേ? അങ്ങനെയല്ലേ കുറച്ചും കൂടി. ഇപ്പോൾ ഡയറ്റിൽ നമുക്ക് തോന്നുന്നത് ഈ ഒരു മുട്ട ഒരു കൺഫ്യൂഷനാണ് പലരും പറയാറ്. എനിക്ക് തോന്നുന്നു ഒരു മുട്ടയൊക്കെ ഫുള്ള് കഴിക്കാൻ തോന്നുന്നു. നമ്മൾ പൊതുവേ ഇപ്പോഴത്തെ അമേരിക്കൻ ഗൈഡ് ലൈൻസിലൊക്കെ ഒരു ഫുൾ മുട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പെർ ഡേ എന്നുള്ളതാണ്. അതിൽ വൈറ്റമിൻസും പ്രോട്ടീൻസും അത്യാവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം കൂടുതലും പറഞ്ഞത് ഇതുവരെ ഹാർട്ട് അറ്റാക്കോ ബ്ലോക്കോ വരാത്ത ആളുകൾക്കുള്ള ഒരിതാണ്. ഇപ്പം പലപ്പോഴും നമ്മൾ കാണുന്ന ഇപ്പോൾ അറ്റാക്ക് വന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്തു, അങ്ങനത്തെ ആൾക്കാർക്ക് വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അത് രണ്ടാമത് ആ ബ്ലോക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന മരുന്നിൻ്റെ ക്രമം മെയിനായിട്ട് ഈ വീണ്ടും അസുഖം വരാതിരിക്കാനുള്ളൊരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുന്ന എക്സസൈസ് അഡ്വൈസ് നിർബന്ധമായിട്ട് എക്സസൈസ് മെഡിസിനായിട്ട് കണക്കാക്കിയിട്ട് വേണം പലപ്പോഴും ചെയ്യാൻ. പലപ്പോഴും നമ്മൾ കാണുന്ന ആദ്യത്തെ കുറച്ച് മാസം എക്സസൈസ് അവർ ശ്രദ്ധിക്കും, പിന്നെ പതുക്കെ മടി പിടിച്ച് അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ്. ലൈഫ് ലോങ് തന്നെ മരുന്ന് പോലെ തുടരേണ്ടത് ആണ് നമ്മുടെ എക്സസൈസ്. പിന്നെ മരുന്ന് കൊടുക്കുന്നതും ഡോസ് തീരുമാനിക്കുന്നതും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അസുഖത്തിൻ്റെ തീവ്രത വെച്ചിട്ടാണ്. പലപ്പോഴും ആൾക്കാർ ഈ കൊളസ്ട്രോൾ മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ലാബ് വാല്യൂ നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ തമാശ എന്ന് വെച്ചാൽ നമ്മളെ ലാബിലൊക്കെ സൈഡിൽ 130 എഴുതിയിട്ടുണ്ടാവും. നോർമൽ 130 എഴുതുമ്പോൾ നമുക്കിത് വേണ്ടത് ഈ പോസ്റ്റ് കേസിൽ 55-ൻ്റെ ചോട കിട്ടണം LDL. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവർ പലപ്പോഴും ഇത് നിർത്തിക്കളയും. ഈ ഒരു കൺഫ്യൂഷൻ ഈ സൈഡിലെ നോർമൽ വാല്യൂ കൂട്ടി വായിച്ചിട്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ലാബിൽ നിന്ന് കുട്ടികൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തു അയ്യോ കുറവാണ്, ഇവരും ഇത് കണ്ടിട്ടാണ് ഈ പറയുന്നത്. അതായത് നമ്മുടെ LDL അതായത് ചീത്ത കൊളസ്ട്രോളിൻ്റെ കട്ട് ഓഫ് 55 താഴെ തന്നെ വേണം എന്നാണ് പഠനങ്ങളുടെ ഒരു റിസൾട്ട് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ആ ലെവലെത്തിച്ചാൽ മാത്രമേ നമുക്കൊരു ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പേഷ്യൻസിനോട് വ്യക്തമായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും വേണം. അതായത് നമ്മൾ ലാബ് വാല്യൂ കൊണ്ട് മാത്രമല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാകുമ്പോൾ അവർ കറക്റ്റായിട്ട് കഴിച്ചോളും. പിന്നെ മറ്റ് ഫാക്ടേഴ്സ്, റിസ്ക് ഫാക്ടേഴ്സ്, ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിൽ മറ്റേ ഒരു 3 month ആവറേജ് HbA1c പറഞ്ഞാൽ 7 താഴെ വേണം. പിന്നെ BP ഉള്ളത് ചുരുങ്ങിയത് ഒരു 120-180 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം എന്നൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം അതിൽ ഇപ്പം ഈ HbA1c കൺട്രോൾ ആവുന്നില്ലെങ്കിലും നമുക്ക് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ പോയി കണ്ട് ഇൻസുലിൻ ആക്കണമെങ്കിൽ ഇൻസുലിൻ ആക്കണം. ഇൻസുലിൻ അല്ലാത്ത പുതിയ മെഡിസിനുകൾ ഇപ്പോൾ സെമാഗ്ലൂട്ടൈഡ് ഇഞ്ചക്ഷൻ ആഴ്ചയിൽ ഉള്ള ഇത് തടി കുറക്കാനും ഹാർട്ട് ഡിസീസ് കുറയ്ക്കാനും ഷുഗർ കുറക്കാനുമുള്ള ഇഞ്ചക്ഷനുകൾ വന്നിട്ടുണ്ട്. കുറച്ച് കോസ്റ്റ്ലിയാണ്. അതേപോലെ ഇപ്പോൾ കൊളസ്ട്രോൾ 55-ൻ്റെ ചോടെ ഫുൾ ഡോസ് സ്റ്റാറ്റിൻ കൊടുത്തിട്ടും വരുന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇൻഗ്ലിസറിൻ പോലത്തെ പുതിയ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതും ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ മെഡിസിൻ ഒരുപാട് പുരോഗമിച്ച് വരുന്നുണ്ട്. കാരണം അത് നമ്മൾ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള പ്രശ്നമാണ് ചെറുപ്പക്കാരിലുള്ള ഡെത്ത് പ്രശ്നങ്ങൾ. അപ്പോൾ അത് വരാതിരിക്കാനുള്ള ടെക്നോളജികളും മെഡിസിൻസും അവൈലബിൾ ആണ്. പക്ഷെ അത് കറക്റ്റ് യൂസ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു ഉപയോഗം കിട്ടുള്ളൂ. ചുരുക്കത്തിൽ ഹാർട്ട് അറ്റാക്കും ബ്ലോക്കുകളും പെട്ടെന്നുള്ള മരണങ്ങളും നമ്മുടെ നാട്ടിൽ കൂടുന്നുണ്ടെങ്കിലും അത് പ്രിവെൻറ്റ് ചെയ്യാനും അത് നേരത്തെ കണ്ടെത്താനും ഇനി അഥവാ വന്നാൽ തന്നെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ആ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത് നമുക്ക് ബ്ലോക്ക് വരാൻ സാധ്യതയുള്ള ആളാണോ എന്നാണ്. പൊതുവേ പഠനങ്ങൾ പറയാം ഒരു 10% ആൾക്കാരെ ശരിക്ക് ഹൈ റിസ്ക് ഉള്ളൊരു പോപ്പുലേഷനിൽ, അതായത് 1 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ഒരു 10 ലക്ഷം ആൾക്കാർ ഹൈ റിസ്ക് ഉള്ളൂ. ആ 10 ലക്ഷത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് മിക്കവാറും ഹാർട്ട് അറ്റാക്കൊക്കെ വരിക. കേരളത്തിൽ പറയുകയാണെങ്കിൽ 3 കോടി ആൾക്കാരുണ്ടെങ്കിൽ അതിലൊരു 30 ലക്ഷം ആൾക്കാർ ഹൈ റിസ്ക് ഉണ്ടാവും. ബാക്കി 2 കോടി 70 ലക്ഷം ആൾക്കാരും ഹൈ റിസ്ക് അല്ല. അപ്പോൾ ഈ ഹൈ റിസ്ക് ആരാണെന്ന് കണ്ടെത്തണം. വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ, അത് നേരത്തെ സുഹേൽ ഡോക്ടർ പറഞ്ഞ പോലെ പാരമ്പര്യമുള്ള ആൾക്കാർ, ഷുഗറുള്ള ആൾക്കാർ, കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാർ, പുകവലിയുള്ള ആൾക്കാർ, ഭക്ഷണത്തിനെതിരെ. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അറിയണം നമ്മൾ ഓൾറെഡി ഹൈ റിസ്ക്കിലാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണിക്കാം. ഡോക്ടറെ പോയി കാണിക്കുമ്പോൾ ഇന്നത്തെ നേരത്തെ മുസ്തഫ ഡോക്ടർ പറഞ്ഞ പോലെ CT ആൻജിയോ അല്ലെങ്കിൽ കൊറോണറി ആൻജിയോ ഒക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് ആ ബ്ലോക്ക് എത്രയാണെന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നേരത്തെ ഗഗൻ ഡോക്ടർ പറഞ്ഞ പോലെ ഹൈ ഡോസ് സ്റ്റാറ്റിൻസും മെഡിസിൻസും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് കൂടാതിരിക്കാനും അത് അറ്റാക്കിലേക്ക് പോകാതിരിക്കാനും പെട്ടെന്നുള്ള മരണം വരാതിരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ എക്സസൈസിന് പോകുമ്പോൾ കൺട്രോൾഡ് എക്സസൈസുകളാണ് കുറച്ചും കൂടി നല്ലത്. അതായത് ജിമ്മിൽ പോവുക, നടക്കുക, സൈക്ലിംഗ് ഒക്കെ. അപ്പോൾ നമുക്ക് നമ്മൾ ഹാർട്ട് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ബാഡ്മിൻ്റനോ ഫുട്ബോളോ പോലത്തെ അൺകൺട്രോൾഡ് കാര്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞ് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് വരിക. അതിൽ തന്നെ എപ്പോഴും എക്സ്ട്രീം എക്സസൈസിൽ പോവാതെ നമ്മളൊരു മിഡിൽ ലെവൽ കീപ്പ് ചെയ്യുക. നമ്മൾ ഹാർട്ട് റേറ്റ് ഒരു 130-150 മേലെ പോവാതെ നോക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് മുട്ട കഴിക്കാം, ചിക്കൻ കറി വെച്ച് കഴിക്കാം, അതേപോലെ ഫിഷൊക്കെ കഴിക്കാം. അത്യാവശ്യം കുറച്ച് ഭക്ഷണം തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷേ എല്ലാ ദിവസവും ഫംഗ്ഷനും എല്ലാ ദിവസവും പുറത്തുനിന്ന് ഭക്ഷണവും എല്ലാ ദിവസവും ഫുഡ് ഓർഡർ ചെയ്യലും നമ്മൾ ഫാസ്റ്റ് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെ
നോക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് ഈ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കുറയ്ക്കാൻ നല്ലത്. അപ്പോൾ ഭക്ഷണം നിയന്ത്രിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു അളവ് വെക്കുന്നത് നമ്മളുടെ വെയിറ്റ്, അതൊരു നമ്മുടെ ഹൈറ്റിനനുസരിച്ചൊരു വെയിറ്റ് ആണോ അതതിൽ കൂടുതലുണ്ടോ. ഒരു BMI ഒരു 25ൻ്റെ ചോടെ നിൽക്കുകയാണെങ്കിൽ നല്ലതാണ്. അതായത് ഒരു 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരു 65-70 കിലോ വരെ കുഴപ്പമില്ല, 75 കിലോ വരെ കുഴപ്പമില്ല. അപ്പോൾ വല്ലാതെ തടി വെക്കാതെ നോക്കുക. അഥവാ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടും നമുക്ക് ബ്ലോക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് നേരത്തെ കണ്ടെത്തിയാൽ ഹാർട്ടിൻ്റെ മസിൽ കേടാവാതെ കിട്ടും. അതൊരു അറ്റാക്കിലേക്ക് പോകാനും അതേപോലെ പെട്ടെന്നുള്ള മരണം വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അതിന് നമുക്ക് ടെക്നോളജികളുണ്ട്. കണ്ടെത്തി കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനുള്ള ലേസർ ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ ഐവസ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ ബൈഫർക്കേഷൻ, കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റികൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിലേക്കൊന്നും എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അങ്ങനെ അഥവാ ഇനി ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ആ ആളുകൾ ഹൈ റിസ്ക് ആണ്, അവർക്ക് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ LDL കൊളസ്ട്രോൾ 55ൻ്റെ ചോടയാണോ, ഇനി ഡയബറ്റിക് ആണെങ്കിൽ HbA1c 7ൻ്റെ ചോടയാണോ, നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടോ, മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, ഇതെല്ലാം കറക്റ്റായിട്ട് നോക്കണം. അത് ഒരു ദിവസത്തിനല്ല, ലൈഫ് ലോങ് നമ്മളങ്ങനെ കൊണ്ടെടുക്കുകയാണെങ്കിൽ രണ്ടാമത് ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഒരുപാട് കുറയും. ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള മരണങ്ങളും കുറയ്ക്കാൻ കുറച്ച് ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ ഇരുന്ന് പ്രവർത്തിച്ചാൽ മാത്രം പോരാ. സമൂഹത്തിലെ എല്ലാവരും അതിന് എതിരായിട്ട് അത് വരാതിരിക്കാനുള്ള സ്വന്തം ആരോഗ്യവും സ്വന്തം കുടുംബത്തിൻ്റെ ആരോഗ്യം സ്വന്തം റിലേറ്റീവ്സിൻ്റെ ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് കുറക്കാൻ പറ്റും. അങ്ങനെ ഹാർട്ട് അറ്റാക്കും പെട്ടെന്നുള്ള മരണങ്ങളും കുറഞ്ഞ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട് കേരളം മാറട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു.